ഓക്കെ ഹായ് ഗൈസ്, ഞാൻ അശ്വതി. സോ ഇന്നാണ് നമ്മുടെ വീട്ടിലെ പരിപാടി. ഹായ്, ഇന്ന് ഞങ്ങൾ വിക്കിനെ വിളിച്ച് വിരുന്ന് കൂട്ടലാണ്. അതെ, ഇത് സൂര്യ ചേച്ചി എൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വിക്കേട്ടൻ്റെ മാരേജിന് വീഡിയോ എടുത്തില്ല, വ്ളോഗ് എടുത്തില്ല, എനിക്ക് ഫീലായി. സോ ഇന്നത്തെ വീഡിയോയിൽ ചേച്ചിനെ മാത്രമായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യാം. ഓക്കെ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഹായ് പറ. ഹായ് എന്തേ ഹായ് ഗൈസ്, ഇൻട്രൊഡ്യൂസ് ചെയ് പേര് പറ. അതിന് പാവം, അവൻ വിജൃംഭിച്ചു പോയി. മനഃപൂർവ്വം എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് തിന്നാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് തന്ന പോലെ കാണിക്കാൻ പറഞ്ഞാണ് ഗൈസ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഓക്കെ, താങ്ക് യു. തിരിച്ചു വാങ്ങില്ലല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഫുഡ് ബിരിയാണി. കുക്കാരാണ് നമ്മുടെ മെയിൻ മമ്മിയെ ഒരു ഹായ് പറഞ്ഞു മമ്മേ. സോ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, പായസം റെഡി ആയിട്ടുണ്ട്, ഇതല്ലാണ്ട് ഒരു കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അത് ഞാനാണ് കുക്ക് ചെയ്തത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് കാണിച്ചു തരാം. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഗൈസ് അല്ലേ? ഈ ഫ്രൂട്ടി സാധനപ്പൊക്കെ വെറുതെ ഞങ്ങൾ ബോറടിച്ചിരിക്കുകയല്ല, ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, ഇത് വേറൊരാള് കിച്ചു. എന്നെക്കുറിച്ച് എന്തെങ്കിലും പറ. എന്നെക്കുറിച്ച് നല്ല കൊച്ചാണ്, അച്ചടക്കവും ഒതുക്കവും സൽസ്വഭാവിയായ സുന്ദരിയുമായ, നല്ല ഡാൻസ് കളിക്കും, അതെ, നല്ല വ്ളോഗിങ്, നല്ല ഭാവമുള്ള. എന്റെ ആരാധകരെ, പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ. സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ഭാവിയുള്ള കൊച്ചാണ്. ബെല്ല് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. കോളിഫ്ലവർ കറി വളരെ നല്ല രുചിയുണ്ട്, നല്ല ഇഷ്ടമായി എനിക്ക്. താങ്ക് യു. അയ്യോ, അമ്മ കോളിഫ്ലവർ കറി കൊടുക്കമ്മ തീർച്ചയായിട്ടും. ഓക്കെ, നിന്റെ അഭിപ്രായം? നല്ല ടേസ്റ്റ് ഉണ്ട്. രാഗിലേട്ടാ ഇവിടെ ബാലകൃഷ്ണ, ആഹാ, ഒളിച്ചിക്കല്ലേ, അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ. വേറെന്തെങ്കിലുമൊക്കെ പറ കൂടുതലായിട്ട്. താങ്ക് യു. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെയുണ്ട് ബിരിയാണി? കുടിക്കാനും പോയി, അതും കുടിക്കാൻ പോയ 8 കൊല്ലം കൊണ്ട് കൊടുക്കും. കുടിച്ചാ കുടിച്ചതിന് എപ്പ നോക്കിയാലും കൊമ്പത്താ. ഇതെന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഞാനവിടെ എല്ലാവരും ചിരിച്ചേ. അസംബ്ലി പിരിച്ചുവിട്ടു.